മഴക്കാലത്തെ കടൽക്ഷോഭം വൈപ്പിൻ ബീച്ചിലെ തീരത്തിന് കടുത്ത ഭീഷണി ഉയർത്തുകയാണ്. കുഴുപ്പിള്ളി, എടവനക്കാട് ബീച്ചുകളിൽ ശക്തമായ തിരയടിക്കുന്നത് തീരത്തെ റോഡുകൾ തകരാനും ഇടയാക്കുന്നുണ്ട്. സമീപത്തെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു എത്തും എന്നുള്ള ഭീഷണിയും നിലനിൽക്കുകയാണ്. PT മുഹമ്മദ് ജസീം നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. മുഹമ്മദ് ജസീം, നമ്മൾ ചെല്ലാനത്തിന്റെ ദുരിതമകന്നു എന്നതിൽ ആശ്വാസപ്പെട്ടിരിക്കുമ്പോഴാണ് മറ്റു ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഭീഷണി സർക്കാർ കാണാതെ പോകുന്നത്, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് കടക്കാതെ പോകുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സുജയ, ഇവിടെ വൈപ്പിൻ പ്രദേശത്ത് വൈപ്പിൻ ബീച്ചിന്റെ പല ഭാഗങ്ങളിലും കടുത്ത ഈ കടലാക്രമണ ഭീഷണി വല്ലാതെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധന തൊഴിലാളികളും മറ്റുമൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവർ ഈ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന സ്ഥലം കൂടിയാണ്. ഈ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു കടൽ ഭിത്തിയുടെ അഭാവമാണ്, അല്ലെങ്കിൽ അത് നിർമ്മിച്ചത് പലതും കാലക്രമേണ നശിച്ചു പോയതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭത്തിന്റെ സമയത്ത് പലപ്പോഴും ഈ വെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നതും അത് സമീപത്തെ റോഡുകളും അതുപോലെ വീടുകളിലേക്കുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റോഡുകൾ പലതും നശിക്കാനുള്ള ഒരു ഇടവരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ കടൽക്ഷോഭം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയെ തുടർന്ന് ഈ ഒരു കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ഇനിയിപ്പോൾ കാലവർഷം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു വലിയ തോതിൽ തിരമാലകൾ വരും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് വൈപ്പിൻ, എടവനക്കാട്, അതുപോലെ തന്നെ ചാത്തങ്ങോട് ഉൾപ്പെടെയുള്ള ഈ ചാത്തങ്ങോട് ബീച്ചിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു പ്രദേശത്തൊക്കെ വലിയ തോതിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കടൽ ഭിത്തി ഉണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നേരത്തെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ പലപ്പോഴും ആ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇത് വേണമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു പുലിമുട്ട് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു കടലാക്രമണം തടയാനുള്ള ഒരു ശ്രമം ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അതിനൊന്നും അധികൃതർ മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഈ നാട്ടുകാർ, എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുലിമുട്ട് ഇവിടെ സർക്കാർ കൊണ്ടുവന്നിട്ടേക്കണത് 15 മീറ്റർ നീളമുള്ളൂ. ആ നീളത്തിൽ പുലിമുട്ട് വന്നപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് കര വെച്ചിരുന്ന കര പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പുലിമുട്ട് നീട്ടിയിട്ടാൽ ഇവിടുത്തെ കര പോകൂല. പുലിമുട്ടിന് നീളം കൂട്ടണം. ഈ വന്നേക്കണ പുലിമുട്ടിന്റെ നീളം അനുസരിച്ച് തന്നെ അതിന്റെ ഇരട്ടിയാക്കി പുലിമുട്ട് നീളം കൂട്ടാ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരം ഒരുക്കുള്ളൂ. ഇപ്പൊ കടൽക്ഷോഭം വന്നു കഴിയുമ്പോൾ അങ്ങനെ തന്നെ വെള്ളം കിഴക്കോശമാണ് വന്നത്. റോഡൊക്കെ മണ്ണിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ വണ്ടി യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ. അതാണ് ഈ പ്രദേശത്ത് ഈ ഒരു കടല് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പോലും വലിയ തോതിൽ ഇങ്ങോട്ട് അടിച്ചു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സമീപത്ത് വീടുകളുണ്ട്, അതുപോലെ ഒട്ടേറെ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ ഭാഗത്ത് ഒരു പുലിമുട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് രീതിയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ ആ ഭാഗത്തുള്ള കടൽ ഭിത്തി അത്ര ദൂരത്തിൽ ചെയ്യാതെ ഈ ഒരു പുലിമുട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു നിസ്സംഗ ഭാവമാണ് ഇപ്പോഴും ഉള്ളത്. അത് മാറ്റി അധികൃതർ ഒരു പരിഹാരം കാണുകയാണെങ്കിൽ ഈ ഒരു